CPIM 24ാമത് പാർട്ടി കോൺഗ്രസിന് സജ്ജമായി മധുര. 53 വർഷത്തിന് ശേഷം മധുരയിൽ പാർട്ടി കോൺഗ്രസിന്റെ ചെങ്കൊടി നാളെ ഉയരും. തമുക്കം മൈതാനിയിൽ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. 53 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിലെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും പൂർത്തിയാക്കി പാർട്ടി കോൺഗ്രസിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ ഇടവേളയ്ക്ക് ശേഷം 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുകയാണ്. ലിജോ, 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ് ദേശീയ തലത്തിൽ CPIM ആരെയാണോ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആ രാഷ്ട്രീയം തന്നെ ഭരിക്കുന്ന ഒരു കാലം കൂടി 3ാം വട്ടവും വരുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി കോൺഗ്രസും വരുന്നത്. അവിടെ നിന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? അവിടെ നിന്നുള്ള വിവരങ്ങൾ. പാർട്ടി കോൺഗ്രസ് നാളെ വരെയാണ് പാർട്ടി കോൺഗ്രസ്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായും പാർട്ടി കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള വേദി ഒരുങ്ങിക്കഴിഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള ഹാളിലാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ചിത്രവും ആ പേര് എഴുതി വെച്ച് ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവസാനവട്ട മിനുക്കുപണികളിലാണ് ഇപ്പോൾ ഏതായാലും പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളന വേദിയുള്ളത്, സമ്മേളന നഗരിയുള്ളത്. ഇത്തവണ ഇവിടെ വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും എല്ലാം ഇവിടെ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് ക്രമീകരിച്ചിട്ടുണ്ട്. മധുരയെ സംബന്ധിച്ചിടത്തോളം മധുരയിൽ ഇത് 3ാമത്തെ തവണയാണ് ഇത്തവണ പാർട്ടി കോൺഗ്രസ് വരുന്നത്. ഇത് നേരത്തെ 2 തവണ ഇവിടെ പാർട്ടി കോൺഗ്രസ് വന്നിരുന്നു. 1954 അതോടൊപ്പം തന്നെ 1972 9ാം പാർട്ടി കോൺഗ്രസിന് ശേഷം പിന്നീട് ഏതാണ്ട് 53 വർഷത്തിന് ശേഷമാണ് വീണ്ടും മധുരയിൽ പാർട്ടി കോൺഗ്രസ് വരുന്നത്. കൊൽക്കത്തയ്ക്ക് ശേഷം 3 തവണ പാർട്ടി കോൺഗ്രസ് നടന്ന ഒരു നഗരം എന്ന പ്രത്യേകത കൂടി CPIM-നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി കോൺഗ്രസിലുണ്ട്. രുചി സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വേദിയാണ് യഥാർത്ഥത്തിൽ CPIM-നെ സംബന്ധിച്ച് ഈ പാർട്ടി കോൺഗ്രസ് 24ാമത്തെ പാർട്ടി കോൺഗ്രസ് ഉള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായ കാര്യം ഇവിടെ വിയോഗത്തിന് ശേഷം പുതിയൊരു പാർട്ടി ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ കുറെ ആളുകൾ അവിടെ നിന്ന് മാറുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ PB-യുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രകാശ് കാരാട്ട്, അതോടൊപ്പം തന്നെ ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി തുടങ്ങിയ നേതാക്കൾ 75 വയസ്സ് എന്ന പ്രായപരിധിയിൽ നിന്ന് അവർ മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിന് പകരം പുതിയ PB അംഗങ്ങൾ ആരൊക്കെ വരും, പുതുമുഖങ്ങളായ ആരൊക്കെ എത്തും, അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അത്തരത്തിൽ ആളുകൾ മാറുന്നുണ്ട്. അവർക്ക് പകരമായി പുതിയ ആളുകൾ ആരൊക്കെ വരും തുടങ്ങിയ കാര്യങ്ങളും വലിയ ചർച്ചയായി വരുന്നുണ്ട്. ഒപ്പം BJP എന്ന കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന CPIM ഏറ്റവും തുറന്ന ആശയപരമായി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന 3ാമത് തവണയും രാജ്യത്ത് അധികാരത്തിൽ വരുന്നു. കൂടുതൽ ശക്തമായി അവർ നിൽക്കുന്നു. അവരെ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ അടുത്ത 3 വർഷത്തേക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യം. ഇതോടൊപ്പം ആശ്വാസകരമായി CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം കരുതുന്ന കാര്യം രാജസ്ഥാനിലടക്കം പല മേഖലകളിലും ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾ, കർഷക തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുടെ ഇടയിൽ പാർട്ടിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അവർക്കുണ്ട്. പ്രത്യേകിച്ച് കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉത്തരേന്ത്യയിൽ കുറെ കൂടി ശക്തമായി BJP-ക്കെതിരെ നിലനിൽക്കാൻ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കഴിയുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത് കുറെ കൂടി ശക്തമായി മുമ്പോട്ട് പോകാൻ ഏതൊക്കെ തരത്തിലുള്ള യോജിച്ച പ്രവർത്തനങ്ങളാകാം, എന്തായിരിക്കണം പാർട്ടിയുടെ ഈ മുമ്പോട്ട് പോക്കിനുള്ള നയം, അടവ് നയം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ഏതായാലും വരും ദിവസങ്ങളിലൂടെ നടക്കും. നാളെ രാവിലെ 8:30 പതാക ഉയർത്തുന്നത്. അതിനുശേഷം വരുന്ന 5 ദിവസങ്ങൾ വളരെ ശക്തമായ ചർച്ചകൾ, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങളും പാർട്ടിയിലുണ്ടാവും. ഒപ്പം തന്നെ 6ാം തീയതി ആകുമ്പോഴേക്കും പുതിയ ജനറൽ സെക്രട്ടറിയും ഒരു മാറുന്ന നിര CB-യിലും അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട CPIM-ന്റെ ബോഡിയായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൂടി ഉള്ളതായിരിക്കും ഈ 24ാം പാർട്ടി കോൺഗ്രസ്. ശരി ലിജു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പാർട്ടി കോൺഗ്രസിലൂടെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, അതോടൊപ്പം പുതിയ ജനറൽ സെക്രട്ടറി ആരാണ് എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു വരികയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് MA ബേബി അടക്കമുള്ള ആളുകളുടെ പേരുകളും ആ പരിഗണനയിൽ ഉണ്ട് എന്നത് കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും കൂടുതൽ